ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PC ബേസിക്സിലേക്ക് സ്വാഗതം. LTC അതുപോലെ തന്നെ LP UP ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് മലയാളം നമ്മൾ പഠിച്ചേ മതിയാകത്തുള്ളൂ. അപ്പോൾ മലയാളം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് SCRT കംപ്ലീറ്റ് ചെയ്യണം. മലയാളം മാത്രമല്ല, മലയാളത്തിന് 10 മാർക്ക്, മലയാളം മാത്രമല്ല കല, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഇതിനകത്ത് സാഹിത്യം എന്ന പോർഷനിലുള്ള മിക്ക ക്വസ്റ്റ്യൻസും വരുന്നത് SCRT മലയാളത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് SCRT വിട്ടുകളയാൻ പറ്റത്തില്ല. അപ്പൊ അത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം വളരെ നീണ്ട നിര പോലെ തന്നെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോ എടുത്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് SCRT 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടാണ്. ഈ ഫസ്റ്റ് പാർട്ടില് 3 പാഠങ്ങളാണുള്ളത്, 2 പാഠങ്ങളാണുള്ളത്. ഒന്ന് കാലാതീതം, കാവ്യവിസ്മയം, പിന്നെ അനുഭൂതികൾ, ആവിഷ്കാരങ്ങൾ എന്നിവ. ഇതിനകത്ത് കാലാതീതം, കാവ്യവിസ്മയം എന്ന് പറയുമ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ അറിയാം 3 കഥകൾ, 3 പാഠങ്ങൾ ഇതിനകത്തുണ്ട്. ലക്ഷ്മണ സാന്ത്വനം, ഋതുയോഗം, പാവങ്ങൾ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ വരുന്ന ഭാഗങ്ങൾ, അതായത് കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ, ഇങ്ങനെയുള്ള കവിതാ ശകലമൊക്കെ തന്നിട്ട് ഇതാരെഴുതിയതാണെന്ന് ചോദിക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള കവിതാ ശകലങ്ങളൊക്കെ വരുന്നത് SCRT പുസ്തകം ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക ഇതാരൊക്കെ എഴുതിയതാണ് എന്നുള്ളത്. അപ്പൊ കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ, അത് എഴുതിയത് ആരാണ്? സച്ചിദാനന്ദനാണ്. കവികളുടെ ഭാഷ എന്ന കൃതിയിലാണ് ഇദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് മറക്കരുത്, കവികളുടെ ഭാഷ എന്നതിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അടുത്തത് പിന്നെ നോക്കുമ്പോൾ ലക്ഷ്മണ സാന്ത്വനം എന്ന ഒരു കവിതയാണ് വരുന്നത്. ഇതിന് പ്രത്യേകതയുണ്ട്. ഇത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എഴുത്തച്ഛൻ്റെതാണ് ഏത്? അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എഴുത്തച്ഛനെ പറ്റിയിട്ടും പഠിച്ചിരിക്കണം. ഇനി ഇതുപോലെ എടുത്തു വെച്ചിട്ടുള്ള വരികളില്ലേ? ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. ഈ ദർദുരം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് പ്രാവശ്യം അർത്ഥമൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതെല്ലാം ഈ പാഠഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോ പാന്തർ, പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കവിതകളാണ്. അപ്പൊ ഈ കവിതാ വരികളാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പോയിന്റ് ചെയ്ത് വെക്കുക. ഇത് ഏതിലെയാണ്, ഇത് ആരുടെ വരികളാണെന്ന് ചോദിക്കും. അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛന്റെ വരികളാണ് ഇവ. ഇനി ക്രോധം പരിത്യജിക്കണം ബുധജനം. കണ്ട, ക്രോധം പരിത്യജിക്കണം ബുധജനം. ഇതാരുടെ വാക്കുകൾ? ആരുടെ വാക്കുകളാണ്? എഴുത്തച്ഛന്റെ വാക്കുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കവിതാ ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് അതിൻ്റെതായ ആ ഒരു ഇമ്പോർട്ടന്റ് കൊടുത്ത് തന്നെ പഠിക്കുക. ഇനി ഇതിനകത്ത് ഋതുയോഗം എന്നൊരു ഇതുണ്ട്. ഇത് ഋതുയോഗം എന്ന് പറയുന്നത് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് ആദ്യം കുറച്ച് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാളിദാസന്റേതാണ് ഏത്? അഭിജ്ഞാന ശാകുന്തളം. അപ്പൊ അഭിജ്ഞാന ശാകുന്തളം രചിച്ചതാര്? ആരാണ്? കാളിദാസനാണ്. ഇനി മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനത്തെ ആസ്പദമാക്കി രചിച്ച കൃതിയാണ് ഏത്? മലയാള ശാകുന്തളം എന്ന പേരിൽ നമ്മുടെ AR രാജരാജവർമ്മ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം. അപ്പോ അഭിജ്ഞാന ശാകുന്തളം രചിച്ചതാര്? കാളിദാസനാണ്. ഇത് മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനത്തിൽ നിന്ന് എടുത്തതാണ്. ഇനി അതിനെ ആസ്പദമാക്കി തയ്യാറാക്കിയതാണ്. ഇതിനെ അഭിജ്ഞാന ശാകുന്തളത്തെ മലയാള ശാകുന്തളം എന്ന പേരിൽ തർജ്ജമ ചെയ്തത് ആരാണ്? AR രാജരാജവർമ്മയാണ്. ഇനി ഇതിനകത്ത് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഹസ്തിനിപുരയിലെ രാജാവായ ദുഷ്യന്തൻ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്ത ശാകുന്തളയെ ദുർവാസാവിന്റെ ശാപത്താൽ മറക്കുന്ന കഥയാണ് ഏതിനകത്ത് പറയുന്നത്? അഭിജ്ഞാന ശാകുന്തളത്തിനകത്ത് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്നൊക്കെ ഇതൊരു നാടകം പോലാണ്. അപ്പൊ ഈ ഭാഗത്ത് നിന്നൊക്കെ അർത്ഥമൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ഈ പാഠഭാഗങ്ങളിലെല്ലാം അർത്ഥങ്ങൾ പഠിക്കണം. പദാവലി എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അതായത് മലയാള ശാകുന്തളത്തിന്റെ 7ാം അംഗം AR രാജരാജവർമ്മയാണ് ഈ കൃതി എഴുതിയിരിക്കുന്നത്. അടുത്തത് കാളിദാസ പഠനങ്ങൾ രചിച്ചതാര് എന്ന് ചോദിക്കാം. ഡോക്ടർ NV കൃഷ്ണവാര്യരാണ്
കാളിദാസ പഠനങ്ങൾ എന്ന കൃതി രചിച്ചത്? ഡോക്ടർ NV കൃഷ്ണ വാര്യറാണ്. അടുത്തത് പാവങ്ങൾ. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ഒരു നോണേത് പാവങ്ങൾ എന്നത്. പാവങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ്? പാവങ്ങൾ എന്ന കൃതി രചിച്ചത് നമ്മുടെ ആരാണ്? വിക്ടർ ഹ്യൂഗോയാണ്. ഈ വിക്ടർ ഹ്യൂഗോ രചിച്ച പാവങ്ങള് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. അപ്പൊ നിങ്ങൾ വിക്ടർ ഹ്യൂഗോയെ പറ്റിയും പഠിക്കണം, നാലപ്പാട്ട് നാരായണനെ പറ്റിയിട്ടും പഠിക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടി പഠിക്കണം. ഏത്? പാവങ്ങളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ പറ്റിയിട്ട് പഠിക്കണം. കാരണം ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ മെത്രാനുണ്ട്, അതുപോലെ തന്നെ ജാങ് ഉണ്ട്. ആരാണ്? ജാങ് വാൽ ജാങ് ഉണ്ട്. ഈ ജാങ് വാൽ ജാങ് ഏത് ഏത് കഥയിലെ കഥാപാത്രമാണെന്ന് ചോദിക്കാം. അപ്പൊ വിക്ടർ ഹ്യൂഗോയിലെ പാവങ്ങളിലെ കഥാപാത്രമാണ്. അപ്പൊ കഥാപാത്രങ്ങളെ കൂടി പഠിക്കുക. ഇങ്ങനെയുള്ള പാഠഭാഗങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ കഥാപാത്രങ്ങളെ കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു പുസ്തകം ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന എല്ലാ ആൾക്കാരെ പറ്റിയിട്ടും ദാ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. കാളിദാസൻ ആരാണ്? വിശ്വവിശ്രുതനായ സംസ്കൃത മഹാകവിയാണ്. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായി അറിയപ്പെടുന്നു. അനേകം ഐതിഹ്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പ്രചാരത്തിലുണ്ട്. മാളവം എന്ന ദേശത്ത് ജീവിച്ചിരുന്നതായി കരുതുന്നു. ഇനി അദ്ദേഹത്തിന്റെ നാടകങ്ങളാണ്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ അഭിജ്ഞാന ശാകുന്തളം, മാളവിക അഗ്നിമിത്രം, വിക്രമോർവശീയം. പിന്നെ 2 മഹാകാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട്. അത് രഘുവംശവും കുമാരസംഭവവും. ഖണ്ഡകാവ്യം രചിച്ചിട്ടുണ്ട്, ഋതുസംഹാരം. മേഘസന്ദേശമാണ് സന്ദേശകാവ്യം. കാളിദാസന്റെ സന്ദേശകാവ്യം ഏതെന്ന് ചോദിക്കും. അത് മേഘസന്ദേശമാണ്. ഇനി ആരാണ്? AR രാജരാജവർമ്മ. കേരള പാണിനി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹം കേരള പാണിനീയം, ഭാഷാഭൂഷണം, വൃത്തമഞ്ജരി, സാഹിത്യസാഹ്യം, ശബ്ദശോധിനി, മധ്യമ വ്യാകരണം തുടങ്ങിയ ഭാഷയ്ക്ക് അടിസ്ഥാനമുള്ള പ്രമാണ കൃതികളെല്ലാം രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാള ശാകുന്തളം, മലയവിലാസം, പ്രസാദമാല തുടങ്ങിയ കൃതികളും നമ്മുടെ AR രാജരാജവർമ്മയുടെ സംഭാവനകളാണ്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ തുഞ്ചത്തെഴുത്തച്ഛനാണ്. ആരാണ് തുഞ്ചത്തെഴുത്തച്ഛൻ? മലയാള ഭാഷയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തൃക്കണ്ടിയൂരാണ് ജന്മസ്ഥലം. മറക്കരുത്, മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്, തൃക്കണ്ടിയൂരിലാണ് ജന്മസ്ഥലം. 16-ാം നൂറ്റാണ്ടാണ് ജീവിതകാലം. ദെൻ പാട്ടിന്റെയും മണിപ്രവാളത്തിന്റെയും കാവ്യ സവിശേഷതകളെല്ലാം സ്വാംശീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ആധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ടൊക്കെ എഴുത്തച്ഛന്റെ പ്രധാന കൃതികളാണ്. ഇനി വിക്ടർ ഹ്യൂഗോ. നമ്മൾ നേരത്തെ പറഞ്ഞു പാവങ്ങൾ രചിച്ചതാണ് വിക്ടർ ഹ്യൂഗോ. അതായത് വിക്ടർ ഹ്യൂഗോയുടെ ലോകപ്രശസ്തമായ നോവലാണ് ഏത്? ലാ മിറാബിലെ. ഈ ലാ മിറാബിലെ എന്ന കൃതിയാണ് നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത്. ലാ മിറാബിലെ എന്ന വിക്ടർ ഹ്യൂഗോയുടെ കൃതിയാണ് നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത്. അടുത്തത് ആരാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ. മലയാള സാഹിത്യത്തില് ഭാവഗീത പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നാലപ്പാട്ട് നാരായണ മേനോൻ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വിക്ടർ ഹ്യൂഗോയിലെ ലാ മിറാബിലയിലെ പാവങ്ങൾ എന്ന പേരിൽ 3 വാല്യങ്ങളായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. അദ്ദേഹത്തിന്റെ വിലാപകാവ്യം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ്? നാലപ്പാട്ട് നാരായണ മേനോനാണ്. അദ്ദേഹത്തിന്റെ കവിതയാണ് ചക്രവാളം. ആർഷജ്ഞാനം എന്നത് തത്വചിന്തയാണ്. പൗരസ്ത്യ ദീപം എന്നത് വിവർത്തനമാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ടത് കണ്ണുനീർ തുള്ളിയാണ്. അപ്പൊ ഇത്തരത്തിൽ വേണം നമ്മൾ SCERT പുസ്തകം പഠിക്കാനുള്ളത്. അപ്പൊ വളരെയധികം ശ്രദ്ധാപൂർവം വായിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു പാഠഭാഗത്തിലെ എന്താണ്? അർത്ഥാണ്. ഇപ്പൊ നോക്ക്, അഹി. അഹി എന്നാൽ സർപ്പമാണ്. ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അഹി. അപ്പോ അഹി. അധ്രുവം. അധ്രുവം എന്നാൽ എന്താണ്? ചഞ്ചലം അല്ലെങ്കിൽ സ്ഥിരമല്ലാത്തത് എന്നാണ് അധ്രുവം. അപ്പൊ ഇങ്ങനെയുള്ള ഇതെല്ലാം ഈ കളത്രം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കളത്രം. കളത്രം എന്താണ്? പത്നി എന്നാണ് കളത്രത്തിന്റെ അർത്ഥം. ഗളം എന്താണ്? കഴുത്താണ്. ചക്ഷുസ് കണ്ണ്. തവ നിന്റെ. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട എന്താണ്? അർത്ഥങ്ങളാണ്.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള SCRT മലയാളം ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന കംപ്ലീറ്റ് SCRT NCERT ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ PSC ബേസിക്സിന്റെ ചാനൽ വഴി ഇതിനു വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് താഴെ തന്നിരിക്കുന്ന ലിങ്ക് യൂസ് ചെയ്തിട്ട് PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് മാത്രമല്ല, ആപ്പ് വഴി നിങ്ങൾക്ക് നമ്മുടെ ഓരോ SCRT NCERT ചാപ്റ്ററിന്റെയും ബേസ് ചെയ്തിട്ട് വീഡിയോ ക്ലാസ്, PDF നോട്ട്, ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മോക്ക് ടെസ്റ്റുകൾ, ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.